ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും അധികം കുർത്തീസൊക്കെ മേടിച്ചിട്ടുണ്ട്. എവിടുന്ന്? ആമസോണിൽ നിന്ന്. കാരണം ആമസോണിൽ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് പിന്നെ മേടിക്കാണ്ടിരിക്കുക? അതും തന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഇട്ടാൽ ഞാൻ ഒരുപാട് നാൾ നോട്ടിട്ട് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം പിക്ക് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കളർ കാണുമ്പോൾ ഏകദേശം ഒക്കെ ഒരു മറൂൺ ടച്ചിൽ വരുന്ന കളേഴ്സ് അല്ലേ. ഞാൻ ഇട്ടിരിക്കണത് മറൂൺ തന്നെ. അപ്പം മറൂൺ ഫാമിലി അല്ലെങ്കിൽ റെഡ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള കളേഴ്സിൻ്റെ കുർത്തീസാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ കുറേ നാൾ നോട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് നമുക്ക് അത് ആദ്യമായിരുന്നു നോക്കാം. അപ്പോൾ ഡ്രസ്സ് എവിടെ നിന്ന് മേടിച്ചെന്ന് അറിയില്ലേ? ആമസോണിൽ നിന്ന്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് വരുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബ്രാൻഡ്, ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ എല്ലാം കൊണ്ട് പെർഫെക്റ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ ബീബ ബ്രാൻഡ്. ബീബ ബ്രാൻഡിൻ്റെ ഒരു ഗൗണോ വെസ്റ്റേൺ വെയറോ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ സൂപ്പറാണ്. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ കോട്ടനാണ്. കോട്ടനിൽ 3 ടയർ ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്ലയർ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അതിൽ ഫുൾ ഓവറോൾ നമുക്ക് പ്രിൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത്. വിത്ത് യോക്കിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ യോക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാന്താര വീവിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് കേട്ടോ. സ്ലീവ് വരുന്നത് സ്ലീവിലും ഫുൾ സെയിം ആ ഒരു പ്രിൻറ്റോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ ഒരു കട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഷേപ്പിലൊക്കെ എടുക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്കിതിൻ്റെ ഫ്ലയറാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. എന്താ ഫ്ലയർ! പിന്നെ ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയൽ കൂടിയാണ് ഞാൻ മേടിച്ച സൈസ്. ഇനി ബീബ ബ്രാൻഡിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈസ് സാധാരണ ഇപ്പോൾ ലാർജ് ആണെങ്കിൽ ലാർജ്, എക്സൽ ആണെങ്കിൽ എക്സൽ, അങ്ങനെ നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. നമുക്ക് ഡെലിവറി ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇവിടെ സൈസ് വരുന്നത് 36 ആണ് സൈസ് കാണിക്കുക. പക്ഷേ അങ്ങനെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. 36 എന്ന് പറയുമ്പോൾ ബീബ ബ്രാൻഡിൽ ലാർജ് സൈസാണ്. നോർമലി ലാർജ് സൈസ് മറ്റേ കുർത്തിയിലൊക്കെ വരുമ്പോൾ 40 ആണ് വരിക. അപ്പോൾ ഈ ബീബ ബ്രാൻഡിന് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമല്ല, ശരിക്കും അവരുടെ ആ ഒരു ബ്രാൻഡിൻ്റെ സൈസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ അടിപൊളി ഒരു ഫ്ലയറുള്ള ഒരു ഗൗണാണ് കേട്ടോ ഈ കാണുന്ന ഗൗൺ. അപ്പോൾ ഇത് മേടിച്ചിരിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് ലാർജാണ്. പിന്നെ ആസ് യൂഷ്വൽ ഒരു ബ്രാൻഡഡ് ഐറ്റം ഒക്കെ ആണെങ്കിൽ അതിൽ ഇതുപോലത്തെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 2200 ആ റേഞ്ചിലൊക്കെയാണ് എപ്പോഴും പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ സെയിലിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ 1500 റുപ്പീസിന് എനിക്ക് ഈ ഒരു നല്ല ധമാക്ക പീസ് കിട്ടിട്ടോ. എനിക്കെന്തായാലും ഓവറോൾ ഇഷ്ടമായി. അപ്പോൾ ഇനി അടുത്തൊരു കളക്ഷൻ നോക്കാം. അടുത്തൊരു കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് വരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു കുർത്തി, അതിൽ യോക്കിൽ സ്ട്രേറ്റ് കുർത്തിയാണ്. അതിൽ യോക്കിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ വെറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ഓവറോൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. ഇതിൽ കളർ ഷെയ്ഡൊന്നും അങ്ങനെ കണ്ടില്ല. സെയിം ഈ ഒരു കളർ ഷെയ്ഡ് മാത്രം വരുന്നുള്ള ഒരു റെഡ് മറൂൺ ആ ഒരു ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ആണ് ഇന്ന് നമ്മൾ മൊത്തം കുർത്തീസ് പിക്ക് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം മാത്രം ബീബ ബ്രാൻഡിൻ്റെ ആണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളി ഒരു ബ്രാൻഡല്ല, ലാർജാണ് സൈസ് കേട്ടോ, മിസ് ചെയ്യേണ്ടത്. ഇതിൽ റേറ്റ് ലിങ്കിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി അടുത്തൊരു കളക്ഷൻ നോക്കാം. അടുത്തതും വരുന്നത് ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ തന്നെ ഒരു കുർത്തിയാണ്. ഇതിൽ നല്ലൊരു ഫ്ലവറിൻ്റെ പ്രിൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഇത് ഫ്ലവർ, വലിയ ഫ്ലവർ, ചെറിയ ഫ്ലവറായിട്ട് അങ്ങനെ മാറി മാറി നമുക്ക് കാണാൻ പറ്റും. ലിങ്കിൽ കയറുമ്പോൾ ചിലപ്പോൾ ഇതുണ്ടാവും, ചിലപ്പോൾ അതുണ്ടാവും, അങ്ങനെ മാറിയിട്ട്. അപ്പോൾ ചില സമയത്ത് നോക്കുമ്പോൾ എനിക്ക് ഇതാ കാണാറ്, ചില സമയത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ലിങ്കിലുള്ള ആ ഒരു സെയിം ഫ്ലവറിൻ്റെ പ്രിൻ്റ് ആയിരിക്കും കാണാം. പക്ഷേ ഓവറോൾ നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ്. ഇട്ട് വരുമ്പോൾ ജസ്റ്റ് സൂപ്പർ വീനെക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്തായാലും ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ നല്ലൊരു അടിപൊളി കുർത്ത സെറ്റിലെ വെറും ഒരു കുർത്തിയാണ്. ഇത് 3/4 ആണ് സ്ലീവ് വരുന്നത്. ഓവറോൾ ഈ ഒരു സെയിം പ്രിൻ്റ്, ആ ഒരു മെറൂണിൽ ഇത്ര വലിയ പ്രിൻ്റൊക്കെ കയറുമ്പോഴേ അത് സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുർത്തി മാത്രം മതിയോ, ഇതിലേക്ക് ഈ പാൻറ്റ് പാൻറ്റും മേടിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ പാൻറ്റ് മറൂൺ തന്നെയാണ് ഞാൻ പിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫുൾ നമ്മൾ ആ ഒരു മറൂൺ റെഡ് ഫാമിലിയിലേക്ക് പോയിരിക്കണം. അപ്പോൾ മറൂൺ തന്നെ പാൻറ്റ് പിക്ക് ചെയ്തു. ഇത്
ഗോ കളർ എന്നുള്ള ബ്രാൻഡിൻ്റെ പാൻറ്റാണ്. ഗോ കളർ എന്നുള്ള ബ്രാൻഡിൻ്റെ പാൻസൊക്കെ നല്ല ഗോ കളർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ പിക്ക് ചെയ്തോ, വേറെ ഒന്നും നോക്കല്ലേ, ബ്രാൻഡിൽ തന്നെ ഉണ്ട് എല്ലാതും. അപ്പോൾ ഇതൊരു മറൂൺ ഷെയ്ഡിൻ്റെ ഒരു അടിപൊളി ഒരു ഡീസൻറ്റ് പാൻറ്റ് ഫുൾ ലെങ്ത്തിലാണ് വരുന്നത്. ഫുൾ ലെങ്ത്ത് ഉണ്ട് അവരുടെ ഗോ കളർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ആങ്കിൾ ലെങ്ത്ത് വരുന്നുണ്ട്, ലെഗിൻസ് ഉണ്ട്, പാൻസ് ഉണ്ട്, ട്രൗസേഴ്സ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ട്രൗസറാണ് ഇത് വരുന്നത്. ട്രൗസർ ഇതിൽ ഏകദേശം ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പിക്ക് ചെയ്ത കളറെന്ന് പറയണത് മറൂണാണ്, പക്ഷേ ഇതിൽ തന്നെ ഇഷ്ടം പോലെ കളർ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുമ്പോൾ എക്സലാണ്. പാൻറ്റിൻ്റെ സൈസ് വരുമ്പോൾ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യണത് ഒരു സൈസ് അപ്പായിരിക്കും. നമ്മളിപ്പോൾ കുർത്തിയുടെ സൈസ് ലാർജ് ആണെങ്കിൽ ഞാൻ പാൻറ്റിൻ്റെ സൈസ് എക്സലായിരിക്കും ഞാൻ പിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും ഡബിൾ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. അടിപൊളി ഒരു പാൻറ്റ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് ഒരു ഫെസ്റ്റിവലൊക്കെ വരാനല്ലേ, അപ്പോൾ ആ ഒരു ഫെസ്റ്റിവൽ സീസണിന് വേണ്ടിയിട്ട് നമുക്ക് ജ്വല്ലറീസൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു സെറ്റ്, അടിപൊളി ഒരു നെക്ലസും വിത്ത് ഇയറിങ് അടക്കം, അങ്ങനെ ഒരു സെറ്റായിട്ടാണ് ഞാനിത് മേടിച്ചത്. നല്ലൊരു ട്രഡീഷണൽ നെക്ലസാണ് വരുന്നത്. കുന്തൻ്റെ സ്റ്റോൺ വർക്കും അതുപോലെ വൈറ്റ് പേളുടെ ഡീറ്റെയിലിങ്ങും, ഒരു നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പീസ്. എന്നാൽ കാണുമ്പോൾ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ അത്ര ഹെവി ഒന്നും ഇല്ല കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫുൾ നല്ല നല്ല വർക്കുകളൊക്കെ ബുദ്ധൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെയാണ് കേട്ടോ നടുക്കിൽ കൊടുത്തിരിക്കുന്നത്. നല്ല പീസാണ് കേട്ടോ. എന്തായാലും ഇത് പിന്നെ വർത്തിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ മേടിച്ചപ്പോൾ ഇപ്പോൾ സെയിലിൻ്റെ സമയത്ത് കാണുന്നത് 599 ആണ്, പക്ഷെ ഞാൻ 800 സംതിങ്ങിനാണ് മേടിച്ചത്. പക്ഷേ ആ സമയത്തുള്ള റേറ്റ് അല്ല ഇപ്പോൾ വെറും 599 നമുക്ക് നെക്ലസ് വിത്ത് ഇയറിങ് അടക്കമാണ് കിട്ടുന്നത്. അപ്പോൾ ഇയറിങ് നോക്കുകയാണെങ്കിലോ നല്ലൊരു ഹെവി വലിയ ടൈപ്പ് ഇയറിങ്ങാണ്. കാണുമ്പോൾ ഹെവിയാണ്, പക്ഷേ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന സെയിം ആ ഒരു കുന്തൻ്റെ സ്റ്റോൺ വർക്കും പേളിൻ്റെ ഡീറ്റെയിലിങ്ങും എല്ലാം കൂടി പോയിട്ടുള്ള ഒരു നല്ല പക്ക ഡീസൻറ്റ് ഇയറിങ്, ഒരു എത്നിക് വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. ആ ഒരു ഇയറിങ്ങും അതിൻ്റെ കൂടെ വരുന്ന ഒരു നെക്ലസ്. അപ്പോൾ ബ്രാൻഡ് വരുന്നത് ഏതാ? ഷൈൻ ഡിവ എന്നുള്ള ബ്രാൻഡിൻ്റെ ഇതുപോലെ ഒരു പാക്കിങ്ങിലായിരിക്കും നമുക്ക് റിസീവ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു കളക്ഷൻ നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് നമുക്ക് ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ഒരു കുർത്തിയാണ്. ഇതൊരു സോളിഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ഷൈനിങ് മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഒരു സോളിഡ് കളർ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ തരം കളേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ റെഡ്, മെറൂൺ, ഗ്രീൻ, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുമ്പോഴും നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഷൈനിങ് മെറ്റീരിയലാണ്. 3/4 ആണ് സ്ലീവിന്. സ്ലീവിലും അത്യാവശ്യം വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സോളിഡ് കളറിൽ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ മേടിച്ച സൈസ്. അപ്പോൾ ഇത് ഫുൾ ഡെഡിക്കേറ്റഡ് ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ. പിന്നെ ഒരു ബീബ ബ്രാൻഡ്, അത് ഞാൻ മറക്കില്ല, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ സെയിൽ നടക്കല്ലേ, ഇനിയും ഇഷ്ടം പോലെ മേടിക്കാൻ കിടക്കല്ലേ. സെയിൽ ഇതാ 11-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം മിസ് ചെയ്യേണ്ട. 12 മണി വരെ ഉണ്ടാവും എനിക്കങ്ങനെ തോന്നുന്നു. 12 മണി വരെ ഉണ്ട്. എന്തായാലും 11-ാം തീയതി ആണെങ്കിൽ പിന്നെ 12 മണി വരെ എന്തായാലും ഉണ്ടാവേണ്ടിയിരിക്കില്ല. അപ്പോൾ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ട് വേഗം പോയി പർച്ചേസ് ചെയ്ത, കാരണം ആമസോണിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുക. അതും ഫാഷൻ കാറ്റഗറിയിൽ 50 to 80% ഡിസ്കൗണ്ടിലൊക്കെയാണ് നമുക്ക് ഇത്രയും അധികം കളക്ഷൻസ് കിട്ടുന്നത്. അപ്പോൾ പൊളിക്കല്ലേ നമ്മുടെ ഷോപ്പിംഗ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ പറയുന്നേക്കാൾ മുന്നേ ലിങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് എല്ലാത്തിൻ്റെയും ലിങ്ക് ഒന്ന് നോക്കിക്കോ. അത് സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, അല്ലാത്തതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നോക്കിയാലും എങ്ങനെ വളഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എത്തണത് അവിടെ ആമസോണിൽ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.